ഞാൻ ചിലപ്പോൾ ഈ ലോട്ടറിക്കാരെ കണ്ടിട്ടുണ്ട്. അവർ നമ്മളെ സമീപിക്കുന്നത് ഒരു സന്ദേശമായിട്ടാണ്. നിങ്ങൾ ടിക്കറ്റ് വാങ്ങിക്ക്, കിട്ടാൻ സാധ്യതയുണ്ട്. പലരും കിട്ടുമെന്ന് ആഗ്രഹിച്ചിട്ട് മേടിക്കുന്ന ടിക്കറ്റിൽ ഒരാൾക്ക് മാത്രമേ ലോട്ടറി അടിക്കാറുള്ളൂ. പക്ഷേ അവരെ ഈ ടിക്കറ്റ് വാങ്ങിക്കാൻ കാണിക്കുന്ന ഒരു ചങ്കൂറ്റമുണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഒരു പ്രത്യാശയുണ്ട്. കഴിഞ്ഞ പല പ്രാവശ്യം കിട്ടിയിട്ടില്ല, ഇത്തവണ കിട്ടും. ഈ പ്രത്യാശയോടെ യാത്ര ചെയ്യാനാണ് ഈ ക്രിസ്മസ് കാലഘട്ടം നമ്മളെ വിളിക്കുന്നത്. ഇടം കൊടുത്ത ഇടയന്മാരെ, അവരെ രക്ഷാകര കർമ്മത്തിലെ കൂട്ടുപങ്കാളികളാ. യൗസേപ്പ് മറിയത്തെയും കൊണ്ട് ഇടം തേടി നടന്നപ്പോൾ ഇടം കൊടുക്കാൻ അവർ കാണിച്ച സന്മനസ്സുണ്ടല്ലോ, ആ സന്മനസ്, അതാണ് സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന മാലാഖമാരുടെ സംഗീതത്തിൻ്റെ അർത്ഥം. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഈ സന്മനസ് നമുക്ക് തുടരാം. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഇടങ്ങളിലെ പലപ്പോഴും സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ദൈവം ഈ പ്രതിസന്ധികളുടെ നടുവിലും എന്നെ കൈവിടില്ല. പഴയ നിയമത്തിലെ ജോബിൻ്റെ ഒരു പ്രാർത്ഥന ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്. പ്രതിസന്ധികളുമായിട്ട് എന്നെ സമീപിക്കുന്നവരോട് ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ ഈ പ്രാർത്ഥന ആവർത്തിക്കണം. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ പ്രാർത്ഥനയിൽ പിറകിൽ ഒരു ഹൃദയവായ്പുണ്ട്. എന്താണെന്നറിയാമോ? ദൈവം എനിക്ക് തന്നത് ഇഷ്ടം കൊണ്ട് തന്നതാണ്, ദൈവം എടുത്തത് ഇഷ്ടം കൊണ്ട് എടുത്തതാണ്, ഇനിയും ദൈവത്തിന് തരാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന നിങ്ങളോടൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ. ക്രിസ്മസ് ആഘോഷങ്ങൾ മാത്രമല്ല, ക്രിസ്മസ് സാധ്യതകളുടെ ഒരു അത്ഭുത ലോകമാണ്. ഇടം കൊടുക്കാൻ, വഴി കാണിക്കാൻ, കരം കൊടുക്കാൻ, കരുത്തു പകരാൻ ഈ ക്രിസ്മസ് നമ്മെ പ്രാപ്തരാക്കട്ടെ. നമ്മൾ ഈ നൂറ്റാണ്ടിൻ്റെ 25 വർഷങ്ങൾ പിന്നിടുമ്പോൾ നമ്മൾ ഭാഗ്യവാന്മാരാ. പക്ഷേ നമ്മുടെ ഭാഗ്യം ദൈവത്തിന് കൂട്ടുപങ്കാളികളാകുന്നതിലാണ്, ദൈവത്തിൻ്റെ പദ്ധതികളിലെ കൂട്ടാളികളാകുമ്പോഴാണ്. കാനായിലെ കല്യാണ വിരുന്നിലെ മേൽത്തരം വീഞ്ഞ് വിളമ്പിയപ്പോൾ ഇതെവിടെ നിന്ന് ചോദിച്ചപ്പോൾ സുവിശേഷകൻ പറയുന്ന ഒരു വാചകമുണ്ട്, വെള്ളം കോരി ഭരണികൾ നിറച്ചോർ മാത്രമേ അതറിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഭരണികളിൽ വെള്ളം കോരി നിറയ്ക്കുന്നവരാണ്. നമ്മുടെ കണ്ണുനീരൊന്നും തന്നെ നഷ്ടപ്പെടുകയില്ല. ഈ ക്രിസ്മസ് കാലഘട്ടം നമ്മുടെ മുൻപിൽ ഉയർത്തുന്ന വലിയ ചക്രവാളം, അത് സദ്വാർത്തയുടെ ചക്രവാളമാണ്, അത് സന്മനസ്സിൻ്റെ ചക്രവാളമാണ്, അത് ദൈവത്തോട് കരം കോർക്കുന്നതിൻ്റെ ചക്രവാളമാണ്. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങളും പുതുവത്സരത്തിൻ്റെ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.